പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന കാസർഗോഡ് നിന്ന് തുടങ്ങിയ പുതുയുഗ യാത്ര, അതായത് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തുന്ന ഒരു കേരളം മൊത്തമുള്ള ഒരു യാത്രയാണ്. ആ യാത്ര ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ പോലും ഞെട്ടിയിരിക്കുകയാണ്. ഇത്രയും ഒരു സ്വീകാര്യത ഈ യാത്രയ്ക്ക് ലഭിക്കുന്നത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എതിരാളികളെല്ലാം ആകെ ഞെട്ടിയിരിക്കുകയാണ്. ഈ ഒരു തിരക്കം, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഓരോ റീൽസുകൾ കാണുമ്പോൾ തന്നെ അറിയാം, വൻ ജനസാഗരമാണ് ഈ യാത്രയെ പിന്തുടരുന്നതും അതിനെ എതിരേൽക്കാനും റോഡിന്റെ ഇരുവശത്തും കൂടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് സൂചിപ്പിക്കുന്നത് ഭരണവിരുദ്ധ വികാരം നിലവിലുണ്ട് എന്നും അതിലുപരി വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ജനങ്ങൾ യാതൊരു സംശയവുമില്ലാതെ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെയല്ലേ? അത് അങ്ങനെ തന്നെ കണക്ക് കൂട്ടേണ്ടിയിരിക്കും ചേച്ചി. കാര്യം നമുക്കറിയാം, ഒരിക്കലും രാഷ്ട്രീയ കേരളം ചിന്തിച്ചിരുന്നില്ല വി.ഡി. സതീശന്റെ യാത്രയ്ക്ക് ഇത്രയും വലിയൊരു സ്വീകാര്യത കിട്ടുമെന്ന്. നമുക്കറിയാം, അതിന് തൊട്ട് മുമ്പ് തന്നെ ഇടതുമുന്നണി നയിക്കുന്ന ഒരു 3 മേഖലകളായി മേഖലാ ജാഥ നടന്നിരുന്നു. അത് വലിയ ട്രോളുകളായി ബംഗാളികൾ ഉൾപ്പെടെ ഈ പറയുന്ന പാർട്ടിയുടെ കോട്ടകളിൽ പോലും ബംഗാളികളെ മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിച്ചു വിട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ CPM ആ ഒരു തരത്തിലേക്ക് അധപ്പതിച്ചോ എന്നൊരു ചോദ്യം നിൽക്കുമ്പോഴാണ് കാസർഗോഡ് നിന്ന് വി.ഡി. സതീശന്റെ യാത്ര തുടങ്ങുന്നത്. വി.ഡി. സതീശന്റെ യാത്ര, എനിക്കൊന്നും, ഞാൻ സത്യത്തിൽ ഇത്രയും ഒരു ജനക്കൂട്ടം ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് വി.ഡി. സതീശന്റെ യാത്ര, അല്ലെങ്കിൽ ഈ യാത്രയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വി.ഡി. സതീശനാണ്. പക്ഷെ എനിക്ക് മനസ്സിലായത് ഇത് വി.ഡി. സതീശന്റെ യാത്ര എന്നതിനപ്പുറം ടീം UDFന്റെ യാത്രയാണ്. കാര്യം എല്ലാ നേതാക്കൾക്കും ഈ തെരഞ്ഞെടുപ്പ് സമയം കൊണ്ട് എത്താൻ കഴിയുന്നില്ലെങ്കിലും ഒരു വ്യക്തമായ ഒരു പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ഓരോ നേതാക്കളും ഓരോ സമയത്തുണ്ടാകാറുണ്ട്. വി.ഡി. സതീശൻ, ഷാഫി പറമ്പിൽ, ഷാഫിക്കൊക്കെ കിട്ടുന്ന ഒരു നമുക്കറിയാം, ഷാഫിയെ സംബന്ധിച്ചുള്ള ഷാഫിക്ക് എല്ലായിടത്തും ഒരു എന്താണ് വ്യക്തമായ സ്വീകാര്യത കിട്ടുന്ന വ്യക്തിയാണ്. അപ്പൊ ഷാഫി പറമ്പിൽ, വി.ഡി. സതീശന്റെ യാത്ര കാസർഗോഡ് നിന്ന് തുടങ്ങി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇതുവരെയും ഒരു സ്ഥലത്ത് പോലും ഒഴിഞ്ഞ കസേരകൾ കാണാനുള്ള ഇടം നമ്മൾ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ തിരക്കെന്ന് വെച്ചാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും വി.ഡി. സതീശൻ എത്തുന്നത്. അപ്പോഴും ജനസാഗരമാണ്. ഒരിക്കലും കോൺഗ്രസ്സുകാരോ ഐക്യ ജനാധിപത്യ മുന്നണിക്കാരോ വന്ന് നിരന്ന് നിന്നാൽ ഇത്രയും ആളുണ്ടാകുമോ? അതില്ലല്ലോ, അത് ഉറപ്പല്ലേ. അപ്പൊ അത്രത്തോളം എനിക്കൊന്നും സാധാരണക്കാരായ നിഷ്പക്ഷരെന്ന് നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന ആളുകളാണ് ഈ യാത്രയുടെ ഭാഗമാകുന്നത്. പാർട്ടിക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്, ഐക്യ ജനാധിപത്യ മുന്നണിക്കാരുണ്ട്, KSUക്കാരുണ്ട്, യൂത്തും, ഇതിനൊക്കെ അപ്പുറം സാധാരണക്കാരായ ഒരുപാട് പേര് വരുന്നുണ്ട്. ഈ യാത്ര എന്ന് പറയുന്നത് വലിയ മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം കോഴിക്കോട് യാത്രയുമായി വരുമ്പോഴാണ് വി.ഡി. സതീശൻ ആരോഗ്യ മേഖലയിൽ അധികാരത്തിലേക്ക് വന്നാൽ, കോൺഗ്രസ് അല്ലെങ്കിൽ ടീം UDF അധികാരത്തിലേക്ക് വന്നാൽ ആരോഗ്യ മേഖലയിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങളെ പറ്റി ഒരു പത്രസമ്മേളനം നടത്തുന്നത് കോഴിക്കോട് എത്തുമ്പോൾ. സത്യം പറഞ്ഞാൽ അത് സാധാരണക്കാർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അത് പ്രാവർത്തികമാക്കാൻ UDFന് കഴിഞ്ഞാൽ, അധികാരത്തിൽ വന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെറും വാഗ്ദാനമല്ല, പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൽ അത് വലിയ വികസനം കൊണ്ടുവരും. ആ ഒരു യാത്രയ്ക്ക് കൂടുതൽ ഭംഗി നൽകിയതായിരുന്നു ആ ഒരു പത്രസമ്മേളനം. ഇനി ഇങ്ങറ്റം തിരുവനന്തപുരം എത്താൻ ഇനിയും ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്, ഇതിനിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ജില്ലകളിൽ എത്തുമ്പോൾ സ്ഥാനാർത്ഥികളെ പോലും അവിടെ പ്രഖ്യാപിക്കാം. കാര്യം സ്വാഭാവികമാണ്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയായിരുന്നല്ലോ. വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പല ഘട്ടങ്ങളായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു UDF. കാര്യം ഇപ്പോ സജീവമായി സ്ഥാനാർത്ഥി ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ വി.ഡി. സതീശന്റെ യാത്ര വരുമ്പോ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ടീം UDFന്റെ യാത്ര വരുമ്പോ അതിന്റെ കൂടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. നിലവിൽ പറയുന്നത് MLA മാർക്ക്, നിലവിലെ ഒരു MLA ഒഴികെ, പാലക്കാട് MLA ഒഴികെ ബാക്കി എല്ലാവരെയും പരിഗണിക്കും, MP-മാരെ പരിഗണിക്കേണ്ട എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളിലും ധാരണകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത്, കോൺഗ്രസ് UDF നേതാക്കൾ എന്നതിനപ്പുറം സമൂഹവുമായി നല്ല ബന്ധം പുലർത്താൻ കഴിയുന്ന വ്യക്തികളെ, അവിടെ അന്ധമായ പാർട്ടിക്കാരനാകണമെന്നില്ല, നമ്മുടെ ആശയത്തോട് വിശ്വസിക്കുകയും സമൂഹത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിന് നല്ലത് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് അറിയാവുന്ന ആളുകളെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും, സ്ത്രീകളെ, യൂത്ത് കോൺഗ്രസിനെയൊക്കെ പരിഗണിക്കും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വരുന്ന ഈ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് ആദ്യ ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു സാധ്യത എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, ഈ യാത്ര പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ ആ പ്രവർത്തനങ്ങൾ പാരലായി നടക്കാൻ വേണ്ടിയിട്ടാണ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നതിനായി ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുകയും അതിൽ രമേശ് ചെന്നിത്തല, ശശി തരൂർ, ഷാഫി പറമ്പിൽ ഇവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇതോടൊപ്പം തന്നെ പാരലായിട്ട് തന്നെ, അല്ലാതെ യാത്ര പൂർത്തിയായിട്ട് അടുത്തത് എടുക്കാമെന്നല്ല. സമയം കുറവാണല്ലോ. അതെ, അതുകൊണ്ട് അവർ ആ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ മേഖലയിലുള്ള പ്രവർത്തനങ്ങളും സജീവമാക്കിയിരിക്കുകയാണ്. കാര്യം അതൊരു കാര്യമുണ്ട്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ഒരുപാട് മുമ്പേ കോൺഗ്രസ് ടീം റെഡിയായിരുന്നു. KPCC ഉൾപ്പെടെ അഴിച്ചു പണിത്
എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാർ പോലും ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചില്ല. അത്ര നന്നായി അവരത് കോർഡിനേറ്റ് ചെയ്തു. ഈ വി ഡി സതീശന്റെ യാത്ര കഴിഞ്ഞതിന് ശേഷം ഇനി എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി കഴിഞ്ഞാല് അതൊരു മാസത്തോളം കഴിഞ്ഞു പോകും. അപ്പൊ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടില്ല. ഇത് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പോകണം. അപ്പൊ വ്യക്തമായൊരു പ്ലാൻ UDF-നുണ്ട്. ആ പ്ലാനുമായി മുന്നോട്ട് പോയേ മതിയാകൂ. ഈ സാധാരണ തെരഞ്ഞെടുപ്പുകളെ UDF നേരിടുന്ന രീതി നമുക്കറിയാം. അവസാനം ആണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ തന്നെ പാർട്ടിയിൽ നിന്ന് 2 വിമതന്മാരും ഫുൾ കൺഫ്യൂഷനാണ്. പക്ഷെ ഇപ്പം അതെല്ലാം മാറിയിട്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിന് മറ്റ് ഏത് പാർട്ടികളെക്കാളും ഇപ്പൊ എല്ലാരും പറയുന്നു ബി.ജെ.പിയുടെ അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. CPM-ന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കറിയില്ല. അവരങ്ങനെ പ്രത്യേകിച്ച് ഒരു ജാഥ മുന്നോട്ട് പോകുക. അതല്ലാതെ അത് എത്രത്തോളം അത് തെരഞ്ഞെടുപ്പിലേക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് പറയാറായിട്ടില്ല. അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് ചേച്ചി. CPM ഇപ്പോ കോൺഗ്രസ് അല്ലെങ്കിൽ UDF എന്ന് പറയുന്നത് പ്രതിപക്ഷത്താണ്. അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഇവരെ വരിഞ്ഞു മുറുകുന്ന കേസുകളാണ് വരുന്നത്. ജനങ്ങൾ വെറുത്തു തുടങ്ങി. എന്ത് പറഞ്ഞ് ന്യായീകരിക്കണമെന്ന് പാർട്ടി അണികൾക്ക് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ ശബരിമല അയ്യപ്പ കോപം മാറ്റാനായിട്ട് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു. അതിൽ 3000 5000 ആൾക്കാർ എത്തുമെന്നൊക്കെ വലിയ കൊട്ടിഘോഷങ്ങൾ ഉണ്ടായിരുന്നു. 1 രൂപ പോലും സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ എടുക്കില്ലാണെന്ന് പറഞ്ഞു. എന്നിട്ട് 500 പേര് പോലും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് പാടാത്ത ഭജനയ്ക്ക് പൈസ എഴുതി കൊടുക്കുന്നു. ഇങ്ങനെ 1 ലക്ഷം രൂപയുടെ കിടക്ക വാങ്ങിയെന്ന് പറയുന്നു മുഖ്യമന്ത്രി. പിന്നെ അവിടെ മീറ്റിങ്ങിന് പോയ ആൾക്ക് മൂന്നാറില് റൂം ബുക്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതൊന്നും വെറുതെ പ്രതിപക്ഷ ആരോപണങ്ങളല്ല, തെളിവ് സഹിതം മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളാണ് ഇതെല്ലാം. അപ്പോൾ അതൊരു വശത്ത് അവിടെ കൂടാൻ പോലും ആളുണ്ടായിരുന്നില്ല. അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഇവരുടെ തന്ത്രം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പാർട്ടിക്കാരും വന്നില്ല, അയ്യപ്പ ഭക്തന്മാരും വന്നില്ല. കുറെ ജാതി കോമരങ്ങൾ അവിടെ എത്തുകയുണ്ടായി. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ഏത് വിധേനയും ഭൂരിപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ട് വിശ്വാസി സമൂഹത്തിനൊപ്പമാണ് എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ ഇത്രയും കള്ളത്തരം കാണി. അതല്ല, ഈ CPM-ന്റെ ഒരു തന്ത്രമാണ്. പല ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കും പലയിടത്തും. അതെല്ലാം ഇവർക്ക് പണം തട്ടാനുള്ള ഓരോ സംഭവങ്ങളാണ്. കുറെ സാഹിത്യകാരന്മാരുടെ സംഗമങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ളത് പല സ്ഥലത്ത് സംഘടിപ്പിക്കും. ഇതിൽ നിന്നെല്ലാം നടക്കുന്നത് കൈയിട്ട് വരലുകളാണ്. ഇതൊന്നും ആരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. കാരണം മറ്റേ രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് പൈസ എടുത്തത്, തെരഞ്ഞെടുപ്പിനായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിരിച്ച ഫണ്ടില് അട്ടിമറി, ഇതെല്ലാം അവിടെ പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യുമ്പോൾ അവർക്കറിയാം അവരുടെ വായടപ്പിക്കാൻ. ഇപ്പൊ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഇനി അത് ആൾക്കാരെല്ലാം മറക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അത് കോടതി ഇടപെട്ടുന്ന കാര്യമായതുകൊണ്ട് അത് അവരുടെ കയ്യിൽ നിൽക്കില്ല. നിങ്ങൾക്ക് എന്ത് ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത് കേട്ടില്ലേ, കുഞ്ഞികൃഷ്ണൻ എന്ത് കാര്യം ഇത് ചോദിക്കാനെന്ന്. പാർട്ടി സഖാവ്, അത് ഓഡിറ്റിംഗ് ചെയ്തയാള്, അയാൾക്ക് എന്ത് കാര്യമാണ് ആ ഫണ്ട് എവിടെ പോയെന്ന് ചോദിക്കാൻ? അയാളെയാണ് ആദ്യം അവർ ബോധിപ്പിക്കേണ്ടത്. അല്ല, അതിലെ ഒരു കാര്യം ഇവർ ചെയ്താൽ മതിയായിരുന്നു. ആ കണക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തിയാ പോരെ. ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്ക് കൃത്യമുണ്ടാണെങ്കിൽ ആ കണക്കങ്ങ് ബോധ്യപ്പെടുത്തിയാ പോരെ. അയ്യപ്പ സംഗമത്തിലെ ആദ്യം പറഞ്ഞല്ലോ ഈ പറയുന്ന 3.5 കോടിയോളം രൂപ, 3 കോടിക്ക് പുറത്ത് ബാധ്യത വന്നു. അപ്പൊ PS പ്രശാന്ത് പറഞ്ഞത് എന്താണ്? സ്പോൺസർഷിപ്പ് ആണ്, പൈസ വരുമ്പോൾ ടാലിയാകും. പിന്നെ ഇപ്പൊ എന്താ ടാലിയായ കണക്ക് കൊണ്ട് വരാത്തത്? ടാലിയായ കണക്ക് ഇവർ കാണിക്കണ്ടേ? ആ ടാലിയായ കണക്കും കാണിക്കാൻ അവർക്കില്ല. ഇപ്പൊ അവർക്ക് പിന്തുണയ്ക്കാൻ ആൾക്കാരുമില്ല. അതായത് കേരളത്തിലെ ജനങ്ങളെല്ലാം കൃത്യമായി ഇതെല്ലാം മനസ്സിലാക്കി. അല്ല ചേച്ചി, എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന് നല്ല സമയമാണ്. തുടർഭരണം കിട്ടുകയും കഴിഞ്ഞ 10 വർഷമായി കേരളത്തെ ഭരിച്ചു മുടിച്ചു എന്ന് പറയുന്നു. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ പറയുന്ന ഇലക്ഷൻ ഗിമ്മിക്കുകൾ കാണിച്ച് ജയിക്കാമെന്ന് ഇടതുമുന്നണിക്ക് ഉറച്ച വിശ്വാസമുള്ള സമയത്താണ് ശബരിമല സ്വർണ്ണക്കൊള്ള വരുന്നത്. പത്മകുമാറിനെ പോലും തള്ളിപ്പറയാൻ കഴിയാത്ത പാർട്ടി പൂർണ്ണമായി പ്രതിരോധത്തിലായി. മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വരുന്നു. ആ വിഷയത്തിൽ കോൺഗ്രസ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു നിലപാടെടുത്ത് രാഹുലിനെ പുറത്താക്കുന്നു. കോൺഗ്രസിന്റെ രീതിയിൽ എല്ലാം കൊണ്ടും നന്നായി നിൽക്കുന്നു. തൊട്ടുപിറകെ എനിക്ക് തോന്നുന്നു തന്ത്രിയൊക്കെ അറസ്റ്റ് ചെയ്ത് സ്വർണ്ണക്കൊള്ള ഒന്ന് തണുത്തപ്പോ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വിഷയം ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കാം. വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൊണ്ടുപോകുന്നു. ഇത് മുഴുവനായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് ശേഷം തിരിച്ചടിയാണ് സമയം വളരെ. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറയുന്നത് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും തന്ത്രിയെയും കുറിച്ച് പറയുന്നു. പക്ഷെ മറ്റേ പത്മകുമാറിനെ കുറിച്ചൊന്നും മിണ്ടുന്നില്ല. പത്മകുമാറോ വാസു ഇവരാരെ അറിയില്ല, മറന്നുപോയി, മിണ്ടുന്നില്ല.
അപ്പൊ ഇവരൊക്കെയാണ് ഈ കേരളം ഭരിക്കുന്നത്. കാരണം ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ നടപടി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് മറുപടി കൊടുത്തിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒന്നിനു പുറകെ ഒന്നായി. അയ്യപ്പ സംഗമം വന്നപ്പോൾ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവരെന്താ പറഞ്ഞത്? അയ്യപ്പ സംഗമത്തെ കുളമാക്കാൻ, അതിന്റെ മാറ്റു കുറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റേ ആരോപണം എടുക്കുകയാണ്. ഇപ്പൊ ആ ആരോപണവും ഈ കുളവായി, ഈ അയ്യപ്പ സംഗമവും കുളവായി, എല്ലാം കട്ടുമുടിച്ചു. അപ്പൊ ഈ ജനങ്ങൾക്കറിയാം ഇവരെന്താണ് ഇവിടെ ചെയ്തു കൂട്ടിയത് എന്നുള്ളതിനെ കുറിച്ച് പൂർണ്ണമായ ബോധ്യം ഈ ജനങ്ങൾക്കുണ്ട്. ഇതിനുള്ള ചുട്ട മറുപടി തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.